വണ്ടിന്റെ ബാക്കില് കാടായതുകൊണ്ട് ആനൊക്കെ നല്ല ഇഷ്ടം നമ്മൾ ഇതിന്റെ ബാക്കിലാണ് കഴിച്ചു പോകണം. ഇപ്പൊ ടൈം 5:30 അപ്പൊ ഞങ്ങള് കൂടുതൽ പോയി വരാം. ബൈ ബൈ. പെരേന്ന് പോകുന്നത് നേരെ എത്ര വയനാട് ചുരത്തുമേലാട്ടോ. ആഹാ എന്താ കോട. 7 മണിയാകുമ്പോൾ നമ്മൾ വയനാട് ചുരത്തുമെത്തിനെ. അടിപൊളി കോട, നല്ല രസം അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. പണ്ട് നമ്മൾ കാളമുട്ട് നിന്ന സ്ഥലമാണ്. ഇന്ന് നമ്മൾ രാവിലെ അതിന് കാളമുട്ടൊന്നും വേണം കേട്ടോ. പച്ചര ഇവിടെ നിർത്തി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇറങ്ങിയതാണ്. എന്താല്ലേ വയനാട് ചുരത്തുമേൽ എത്ര വട്ടം വന്നാലും നമുക്ക് ബോധ്യമുള്ളൂ. അങ്ങനത്തെ ഒരു ചുരമാണ് വയനാട് ചുരം. നല്ല കാഴ്ചകൾ, നല്ല അടിപൊളി സീനറികളുള്ള സ്ഥലമാണ്. അങ്ങനെ സ്കൂട്ടർ എന്ത് രസമാണെന്നറിയോ. അപ്പൊ ഗായ്സ് നമ്മളിതാ വയനാട് ചുരത്തിന്റെ 9ാമത്തെ ഹെയർപിൻ വളവിലാണ്. നല്ല തണുപ്പും പിന്നെ താഴത്തെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതാ നമ്മള് അപ്പൊ നമ്മള് ചുരം കഴിയാനായിക്കണേ. 9 കൂടി കഴിഞ്ഞാല് അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നത്. മുകളിലെത്തിയപ്പോൾ ഒന്നായിട്ട് വെള്ള പുക മൂടിയ പോലെ അടിപൊളി കോട വന്ന് മൂടി കിടക്കട്ടെ. താഴേക്ക് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. കുറച്ചൊക്കെ ഇങ്ങനെ റോഡിൽ കോട ഉണ്ട്. കോട ഇങ്ങനെ നീങ്ങിപ്പോയതിന് ശേഷം നമ്മൾ വരുന്നത്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടില്ല, നേരെ പോയി. അങ്ങനെ 9ാം വളവിൽ എത്താനായി, ചുരം കഴിയാറായി. 9ാം വളവിൽ എത്തിയപ്പോൾ അവിടെ കുറേ മങ്കികളൊക്കെ ഇങ്ങനെ ഉണ്ട്. അവർ മങ്കിൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ മുന്നിൽ ഒരു ഫോട്ടോ എടുക്കണം പറഞ്ഞു. അങ്ങനെ മങ്കി എങ്ങനെ നിന്ന് കൊടുത്തിട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി. കണ്ടില്ലേ, ആഹാ മുപ്പത് അറിഞ്ഞിട്ട് ബാക്കിലുള്ള ആള്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇത് നമ്മളെ കൽപ്പറ്റ ടൗൺ. ഞങ്ങൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഉടുപ്പി പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണിത്. നമ്മളിവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. നല്ല ഒരു റെസ്റ്റോറൻ്റാണ്. ഉള്ളിലാണ്, കുറച്ച് ഉള്ളിലോട്ട് റോഡിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി വരുന്നതാണ്. നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഇവിടെ നല്ല ഫുഡാണ് ഇവിടുത്തെ. ഓ എന്താ കുത്തബ് മീനാറോ, വലിയൊരു നെയ്റോസ്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാണ്. പോകും കാട് ഇറങ്ങാൻ പോണത്. തോൽപ്പെട്ടി കഴിഞ്ഞിട്ട് ഞങ്ങള് കാട്ടിലേക്ക് കയറി. അടിപൊളിയാണ്. കാട്ടിലൂടെ ഇങ്ങനെ സ്കൂട്ടറിൽ പോയാൽ എന്ത് രസമാണെന്നറിയാം. എന്താ വൈബ്. നല്ല കാലാവസ്ഥ, മഴയില്ല വെയിലും ഇല്ല, ചെറിയൊരു തണുപ്പും കിട്ടും. നല്ല സുഖമില്ലാത്ത റോഡ്. എപ്പോഴെങ്കിലൊക്കെ ഒരു കാറൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഓവർടേക്ക് പോകും. ഇതേപോലെ അതേ ഉള്ളൂ. അങ്ങനെ വണ്ടികളൊന്നും ഇല്ലാതില്ല. അതൊക്കെ രാവിലെ തന്നെ ആയതല്ലോ കേട്ടോ. തോൽപ്പെട്ടി ഫോറസ്റ്റ് പൊതുവെ അങ്ങനെ വണ്ടികൾ പകൽ സമയത്ത് കുറവാണ്. ആനവണ്ടിന്റെ ബാക്കില് കാടായതുകൊണ്ട് ആനൊക്കെ നല്ല ഇഷ്ടം നമ്മൾ ഇതിന്റെ ബാക്കിലാണ് കഴിച്ചു പോണത്. ഞങ്ങൾ കേരളം കഴിഞ്ഞു. ഞങ്ങൾ ഇനി കൊടക് പോവാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണാൻ. ഇത് വല്ലാത്ത റോഡാട്ടോ, ഫുള്ള് കുണ്ടും കുയ്യാ. കേരള ബോർഡർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റോഡിന്റെ അവസ്ഥ കുറച്ച് ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങനെ. പിന്നെ കഴിഞ്ഞാൽ റോഡ് നല്ല റോഡാകുന്നുണ്ട്. ഇവിടെ ഭയങ്കര പൊടിയൊക്കെയാണ്. ഞങ്ങൾ ഹെൽമെറ്റൊക്കെ സെറ്റ് ആയതുകൊണ്ട് പൊടി നമുക്ക് വല്ലാതെ ബാധിക്കണില്ല. കണ്ണിക്ക് മുഖമൊക്കെ പൊടി വരും. അങ്ങനത്തെ റോഡാണ്. അങ്ങനെയുള്ള കുട്ട ചെക്ക് പോസ്റ്റ് എത്താനായിട്ടോ. ഫോറസ്റ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു പമ്പ്, കർണാടകത്തിന്റെ പമ്പാന്ന് തോന്നുന്നു. പെട്രോളിനൊക്കെ വില കുറവായിരിക്കും. നമ്മളെ വണ്ടി ഓൾറെഡി ഫുള്ളായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് അടിക്കുന്നില്ല, നേരെ പോവാണ്. കുശാൽ നഗറിലേക്കുള്ള യാത്രയാണ്. നല്ല അടിപൊളി സീനറികൾ, 2 സൈഡിലും അടിപൊളി നേരെയുള്ള റോഡും അടിപൊളി സൂപ്പർ റോഡുമാണ്. അങ്ങനെ ഞങ്ങൾ പെരിയാപ്പാറ്റിനുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാനും നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളി കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ സൈഡാക്കിയാണ്. ഏതായാലും ആദ്യം നിസ്കാരം അവിടെ വെച്ച് പള്ളിയിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ പള്ളിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് കാണുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു മലബാർ തട്ടുകട എന്ന് മലയാളത്തിൽ എഴുതിയൊരു ബോർഡ് കണ്ടേ. അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിച്ച് അവിടെ ചോറുന്നു. അടിപൊളി ബിരിയാണി 100 രൂപ. കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുശാൽ നഗറിലോട്ടുള്ള യാത്ര തുടരുകയാണ്. ചോളകൃഷിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുശാൽ നഗർ എത്താനായിട്ടോ. കുശാൽ നഗർ ഞങ്ങൾ ആദ്യം പോകുന്നത് നിസർഗത്തമാർ ഒരു പാർക്കിലേക്കാണ്. ഒരു ബാമ്പു ഫോറസ്റ്റ് പാർക്കാട്ടത്. ഇവിടെ 80 രൂപ വലിയവർക്കും 40 രൂപ കുട്ടികൾക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഈ പാർക്കിലേക്ക് കയറാണ്. ഒരു തൂക്കുപാലം കടന്നു വേണം ഈ പാർക്കിലെത്താൻ. ചെറിയൊരു പുഴക്ക് കുറുകെയുള്ള തൂക്കുപാലാട്ടത്.
ഈ തൂക്കുപാലൊക്കെ ഒരു അടിപൊളി കാഴ്ചയാണ് ഇവിടുത്തെ. ഇവിടെ കാര്യമായിട്ട് വേറെ ഒന്നും ഇല്ല. തൂക്കുപാലം കടന്ന് അപ്പുറത്തി കഴിഞ്ഞാല് ഒരു കുറെ മുളകൾ തിങ്ങി നിറഞ്ഞ ഒരു കാടാണിത്. കാട് പാർക്ക് പോലെ ആക്കിയതാണ്. അതിനുള്ളിൽ കുറെ ഇരിക്കാനും സംസാരിച്ചിരിക്കാനും അങ്ങനെ ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ വാങ്ങി കഴിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ പാർക്ക്. അങ്ങനെ കുറെ ആളുകളൊക്കെ ഇതിനുള്ളിൽ ഉണ്ട്. ആദ്യം വന്നവരൊക്കെ ഇതിനുള്ളിലുണ്ട്. തൂക്കുപാലം ഇറങ്ങി നമ്മൾ ഇങ്ങനെ ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മുളകളാട്ടോ, കംപ്ലീറ്റ് മുളകള്, വേറെ കുറെ മരങ്ങളൊക്കെ അതുകൊണ്ട്. ഇത് ബാംബു ഫോറസ്റ്റോ ബാംബു പാർക്കോ എന്തോ ആണ് ഇതിന്റെ പേര്. കണ്ടില്ലേ, മുളകളാണ് ഫുള്ളായിട്ട്. ഇതൊക്കെ കണ്ട് മൂന്നാക്ക് വല്ലാതെ ഈ പാർക്ക് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ കലാരൂപങ്ങളുണ്ട് ഇവിടെ, സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ പേര് അതിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാൻ നമുക്ക് നേരല്ല. വളരെ നമുക്ക് ഇതൊന്നും വേണം, നമ്മൾ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് തൂക്കുപാലത്തിലേക്ക് തിരിച്ചു വന്ന് അതിപ്പോ കയറി നമ്മൾ അടുത്ത ലക്ഷ്യസ്ഥാനം കുശാൽ നഗറുള്ള ഗോൾഡൻ ടെമ്പിൾ ആണ്. അപ്പൊ ഗോൾഡൻ ടെമ്പിൾ കാണാനുള്ള യാത്രയിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. അങ്ങനെ നേരെ നമ്മള് ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തിട്ടോ. അങ്ങനെ ഗോൾഡൻ ടെമ്പിളിന്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആള് സെറ്റ് ആവാണ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഗോൾഡൻ ടെമ്പിളിലാണ്. അപ്പൊ നമ്മള് പോവാ ഗൈസ്. ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്തോണ്ട് പോവാണ്. നമ്മള് ബൈക്ക് പാർക്കൊക്കെ ചെയ്ത് പോവാണ്. ഇതിന്റെ എൻട്രി നടന്നിങ്ങനെ പോവാണ്. അടിപൊളി ടെമ്പിൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ അവിടെ. എന്താണിത്? ഗോൾഡൻ ടെമ്പിൾ എൻട്രി ആണ്. നമ്മളിതിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്കം എന്താ അറിയില്ല, എത്തിയതുകൊണ്ടാണോ എന്തോ. സമയം 3-4 മണി ആയിട്ടുള്ളൂ. എന്താ അവിടെ തിരക്കൊന്നും കാണില്ല അധികം. പറഞ്ഞായിട്ടില്ല, ഗോൾഡൻ ടെമ്പിൾ എത്തിയിട്ടില്ല. ഇവിടെ ഫുള്ള് നല്ല ഭംഗിയുള്ള സ്ഥലം, കൊറേ റൂമുകളൊക്കെ. ഗായ്സ് നമുക്ക് ഇതിനുള്ളിൽ കയറി വെക്കാം. അതിന്റെ ഉള്ളിൽ എങ്ങനെയാ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് കയറി വെക്കാം. പരിപാടി ചേട്ടാ ഇവിടെ. എന്തോ ഒരു സംഭവം ഉണ്ട്, നമുക്ക് നോക്കാം, കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റൂല. അങ്ങനെ ഗോൾഡൻ ടെമ്പിള് ഞങ്ങള് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വിരാജ്പേട്ടിൽ എത്തിട്ടോ. വിരാജ്പേട്ടിൽ നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത് വെച്ച റൂമിലേക്കാണ് ആദ്യം വരുന്നത്. അപ്പോഴേക്ക് രാത്രി 8 മണി ആയിക്കണ്. റൂമിന്റെ കീ വാങ്ങി ഞങ്ങള് അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമിലേക്ക് പോവാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ഒരു റൂമാണ് അവർ നമുക്ക് തന്നത്. അടിപൊളി റൂമാണ്, നല്ല വിശാലമായ സൗകര്യമുള്ള റൂമാണ്. AC ഒക്കെ ഉണ്ട്. AC-ന്റെ ആവശ്യമില്ല, നല്ല തണുപ്പാണ് അവിടെ. കാലാവസ്ഥയിലെ തണുപ്പാണ്, പിന്നെ AC-ന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പുറത്തേക്ക് ഒരു ചെറിയൊരു ബാൽക്കണി ഒക്കെ ഉണ്ട്. രാത്രി ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റും, പിന്നെ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. പുറത്തേക്ക് നല്ല ഒരു ബാൽക്കണി, ചെറിയൊരു ബാൽക്കണി ഒക്കെ ഉണ്ട്. ഒരു വ്യൂ ഒക്കെ ഉണ്ട് അവിടെ പുറത്തേക്ക്. ഏതോ ബിൽഡിങ്ങിന്റെ ബാക്കിലേക്കാണ് കാഴ്ച. അങ്ങനെ രാവിലെ ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ ഇറങ്ങുകയാണ്, ഫ്രഷായിട്ട് ചെക്കൗട്ട് ചെയ്യാണ്. ഇതാണ് ആ റൂമിന്റെ പുറത്തുനിന്നുള്ള കാഴ്ച. അങ്ങോട്ട് ബുക്ക് ചെയ്ത റൂമാണ്, ചെറിയ ക്യാഷ് ആയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇരിട്ടി ചുരം വഴി കണ്ണൂരിലേക്ക് പോവാണ്. അപ്പൊ പോകുന്ന വഴിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളവിൽ തന്നെ നമ്മളൊരു ഹോട്ടൽ കാണുന്നു. പെപ്പർ പാലസ് റെസ്റ്റോറൻറ്റ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് തോന്നുന്നത്. അവിടെ കയറി ഞങ്ങൾ മസാല ദോശ പൂരിയൊക്കെ കഴിച്ച്, കുഴപ്പമില്ല, ഒരു ആവറേജ് ഫുഡാണ്, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇവർ തന്നെ തലശ്ശേരിയിൽ വേറൊരു ഹോട്ടൽ ഇതേപോലെ തന്നെ ഉണ്ട്, അതിന്റെ ബ്രാഞ്ചാണ് തോന്നുന്നത്. ഞങ്ങൾ താമരശ്ശേരി ചുരം വഴി കേറിയിട്ട് ഇരിട്ടി ചുരം വഴി ഇറങ്ങണം ഗൈസ്. നമ്മള് പെപ്പർ പാലസ് എന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡ് ആയിരുന്നു. പൂരി, അതേപോലെ എഗ് റോസ്റ്റും പിന്നെ മസാല ദോശയാണ് കഴിച്ചത്. അടിപൊളിയാണ് ഗൈസ്. ഞങ്ങള് കർണാടക ഇരിട്ടി ചുരം കഴിഞ്ഞതാ ചെക്ക് പോസ്റ്റ് കടന്ന് ഇനി കേരളത്തിലേക്ക് പോവാണ് ഗൈസ്. കേരളത്തിൽ അടുത്ത നമ്മുടെ ലക്ഷ്യസ്ഥാനം മുഴുപ്പിലങ്ങാട് ബീച്ചാട്ടോ. നേരെ മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്ക് ഞങ്ങൾ പോകുന്നത്. വണ്ടി ഓടിക്കാന്ന് വെച്ചാൽ പോയത് പണി പാടി. നമ്മളിപ്പോൾ ഉള്ളത് മുഴുപ്പിലങ്ങാടി ബീച്ചിലാണ്, കണ്ണൂര്. അപ്പൊ നമ്മളിപ്പം ഇവിടെ പാർക്ക് ഉണ്ട്. അപ്പം ഇവിടെ വണ്ടി വെച്ച് ഇറങ്ങാൻ പറ്റുന്നതാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ വണ്ടി വെച്ച് ഇറങ്ങാൻ പറ്റുന്നില്ല, കാരണം വെള്ളം കയറിയോണ്ട് നമുക്ക് മഴത്ത് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പാർക്ക് ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് പാർക്കിൽ കളിക്കാൻ പോവാം. വരി, കമോൺ കമോൺ. അപ്പൊ പിന്നെ ഏതായാലും വന്നല്ലേ പാർക്കിലൊക്കെ കളിക്കാന്ന് ഓള് വക. എന്നാ പിന്നെ ഈ കളിച്ചോന്ന് ഞങ്ങളും പറഞ്ഞു. അങ്ങനെ ഓള് കുറച്ചു നേരം പാർക്കിലൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെ നല്ല വെയിലത്ത് ഉച്ച നേരത്തെ 1 മണി സമയത്താണ് ഞങ്ങൾ ബീച്ചിലെത്ത്
ബീച്ചിലൂടെ എങ്ങനെ ബൈക്ക് ഓടിക്കാൻ നല്ല രസമായിരുന്നു. ആകെയുള്ള ഒരു ഡ്രൈവിംഗ് ബീച്ചാണ് നമ്മളെ കേരളത്തിലുള്ള ഡ്രൈവിംഗ് ബീച്ചാണ് ഈ മുഴുപ്പിലങ്ങാടി ബീച്ച്. പക്ഷെ ഇവിടെ മഴ ആയതുകൊണ്ട് ഇവിടെ എൻട്രി ഇല്ല. തിരമാല അങ്ങോട്ട് കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തോ ഇവിടേക്ക് പ്രവേശനമില്ല. ബൈക്കൊന്നും അങ്ങോട്ട് കേട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് സൈഡാക്കിയിട്ട് ഈ പാർക്കിലേക്ക് വന്നതാണ്. കുറച്ചു നേരം ഇങ്ങനെ പാർക്കിലൊക്കെ കളിക്കാന്ന് വെച്ചിട്ടുണ്ട്. അതിനെ ഇവിടെ കൂടെ അങ്ങനെ അവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. നല്ല വെയിലാണ്. ഞങ്ങൾ ഇരിക്കാൻ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മുഴുപ്പിലങ്ങാട് ബീച്ചിലെ ഈ പുതിയൊരു പാർക്കാണ്. ഇപ്പൊ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞു. രാത്രി ഇവിടെ നല്ല രസമാണ്. ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് അടിപൊളി കാഴ്ചയാണ് രാത്രി. പകരം എന്താ പിന്നെ വെളിച്ചം ലൈറ്റിന്റെ ഒരു ഷോ ഒന്നും കാണാൻ കഴിയില്ല. നമ്മളിനി പോകാൻ പോണത് പെപ്പർ പാലസിലാണ്, തലശ്ശേരിയിലെ നമ്മള് ഹോട്ടലില്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും പെപ്പർ പാലസിലാണ്. അത് കൂർഗിലാണ്, ഇത് തലശ്ശേരിയാണ്. ഇവിടുത്തെ ചോറ് അടിപൊളി ചോറാണ്. അപ്പൊ നമ്മള് മീൽസ് കഴിക്കാൻ വേണ്ടിട്ട് പെപ്പർ പാലസ് ലഞ്ചൊക്കെ കഴിച്ചങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. സാധാ ചോറും ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടുന്ന് കഴിച്ചത്. കുഴപ്പമൊന്നുമില്ല, ആവറേജ് ഫുഡാണ് ഇവിടെയും. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ മാഹി വഴിയാണ് പോരുന്നത്. പാലം കിടന്ന് മാഹിയിലെത്തി. അപ്പൊ നമ്മൾ പെട്രോള് അടിക്കാൻ പോണ ഗൈസ്. ഇവിടെ പെട്രോള് നല്ല പൈസ കുറവാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഫുള്ളാക്കാൻ വേണ്ടി നമ്മളുടെ അടുത്ത് റൈസർ ആയതുകൊണ്ട് അധികം ടാങ്ക് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതിന് മുമ്പ് കർണാടകത്ത് കുറച്ച് പെട്രോൾ അടിച്ചതുകൊണ്ട് ഇത് എണ്ണ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം അടിക്കാൻ വയ്യ. എങ്കിലും 93 റുപ്യ 92 പൈസ ഇവിടെ ലിറ്ററേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് ഫുള്ളാക്കി. ഒരു 300 രൂപയുടെ എണ്ണ ഇതിലാകെ നമ്മൾ അടിച്ചപ്പോൾ ഫുള്ളായി. അങ്ങനെ ഞങ്ങൾ മാഹിന്റെ തെരുവോരങ്ങളിലൂടെ സ്കൂട്ടർ ഓടിച്ചിങ്ങനെ പോരാണ്. രണ്ട് സൈഡിലും എന്താന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, കാണുന്നവർക്ക് മനസ്സിലാവായിരിക്കും. അങ്ങനെ ഏകദേശം മാഹി കഴിയാറായി. അങ്ങനെ ഞങ്ങള് കുറേ ദൂരം പോകുന്ന ശേഷം വീഡിയോ എടുക്കുന്നത് ടോൾ പ്ലാസ കണ്ടില്ലേ. ടോൾ പ്ലാസ നമ്മൾ ഹൈലൈറ്റ് എടുക്കുന്ന ടോൾ പ്ലാസയാണ്. ഒരുപാട് ദൂരം. പക്ഷേ റോഡൊക്കെ വളരെ മോശമായിരുന്നു. കൊയിലാണ്ടി ഭാഗത്തൊക്കെ റോഡ് വർക്ക് എടുക്കുകയാണ്. വടകര കഴിഞ്ഞോടുകൂടി റോഡിൻ്റെ കാര്യം പറ്റും പോക്കായി. പിന്നെ ഞങ്ങൾ വല്ലാതെ വീഡിയോ ഒന്നും എടുത്തില്ല, പൊടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. കൂർഗ് യാത്ര, അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച കൂർഗ് യാത്ര ഞങ്ങൾ ഇവിടെ കൂർഗ് യാത്ര അവസാനിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ഗൈസ്.